നമസ്കാരം, എല്ലാവർക്കും വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. പെരുന്നാളല്ലേ, അപ്പോൾ ചിക്കൻ ബിരിയാണി ആക്കിയാലോ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ജീരകശാല അരി എടുത്തിട്ടുണ്ട്, 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 5 വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ മസാലകൾ ഒരു 4 പട്ട എടുത്തിട്ടുണ്ട്, 5 ഏലക്കായി, ഒരു ചെറിയ ജാതിപത്രി എടുത്തിട്ടുണ്ട്, ഒരു 10 കറിയാമ്പു, ഒരു 2 തക്കോലം, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ 1/2 ടീസ്പൂൺ വീതം പെരുംജീരകവും സാജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതുക്കേണ്ട മസാലയാണിത്. ഒരു 10-15ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 10-15 അല്ലിയോളം ഞാനിത് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 15 അല്ലി, ഒരു ലൈം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് വേണം, പിന്നെ ഒരു 3/4 കപ്പ് ഓയിൽ, 1 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 കപ്പ് തൈര്. അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെക്കാം. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് എണ്ണ ഒഴിക്കുന്നുണ്ട്, ബാക്കി 1/4 കപ്പ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഈ മസാലയെല്ലാം ഒന്നിടാം. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച എല്ലാ മസാലയിൽ നിന്നും ഒരു 3/4 ഭാഗം മസാല നമുക്ക് ചോറിന് വേണ്ടിയിട്ട് എടുക്കണം, ബാക്കി 1/4 ഭാഗം നമ്മളെ ചിക്കൻ മസാലയാക്കുമ്പോൾ ആക്കേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ മസാലയെല്ലാം അതിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് ചിക്കന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ മസാല ഒന്ന് മൂത്ത് വരണം. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഞാൻ കഴുകി ഊറ്റി വെച്ച അരി ഇടാം. ഇങ്ങനെ നമ്മൾ അരിയെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ടിടാം ബാക്കിയുള്ള ഉപ്പ്. പിന്നെ ഒരു പുളിനാരങ്ങ നീര് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. നമ്മളെ ചോറൊന്നും ഒട്ടിപ്പിടിക്കൂല ഈ പുളിനാരങ്ങ നീര് ഇട്ടാൽ. ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കിട്ടും ബിരിയാണീൻ്റെ ചോറ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പുളിനാരങ്ങ ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം 2 മഗ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളിവിടെ ചൂടാക്കാൻ വെച്ച വെള്ളം അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മഗ് വെള്ളമാണ് എടുത്ത് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലോയിൽ ചെറിയ തീയെന്താക്കുക, ഇതൊന്ന് മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം വേവട്ടെ ഇതൊന്ന് അരി, നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 2 ടേബിൾ സ്പൂണ് പശു നെയ്യും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ഓയിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയാൽ നമുക്കിനി നമ്മളെ ചോറ് ഇവിടെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം നമുക്ക്. അപ്പോൾ നമുക്കിനി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഉള്ളി ഒന്ന് മൊരിച്ചെടുക്കണം. നമുക്ക് ചോറിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉള്ളി ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് പാത്രം ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ച ആ ഓയിലും 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇടുന്നുണ്ട്.
അതിലാണ് ഈ എണ്ണ ഒരിച്ചെടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലയാക്കി എടുക്കുന്നത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ഒരിച്ചെടുക്കാൻ കുറച്ചുള്ളി ഇതൊന്ന് മൊരിഞ്ഞ് വരണം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് വഴറ്റി നോക്കാം. നമ്മൾ ഉള്ളിയുടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല ഒരു കുറച്ച് മസാല ബാക്കിയുള്ളത് അത് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ നമുക്ക് മസാലക്ക് വേണ്ട ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിവിടെ നല്ലോണം മസാല വേണം. കുട്ടികൾക്കും വേണം, ഹസ്ബൻഡിനും വേണം. അതുകൊണ്ട് ഞാൻ നല്ല മസാലയിലാണ് ബിരിയാണി ഉണ്ടാക്കുക. നിങ്ങൾക്ക് കുറവ് മസാല മതിയാണെങ്കിൽ ഇത്ര ഉള്ളി എടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ ഒരു 3 ഉള്ളിയെല്ലാം എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഈ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നവരെ തന്നെ നിൽക്കണം. എന്നാലാണ് നമ്മൾ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളിയുടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ അതങ്ങോട്ടിടാം. പച്ചമുളകെല്ലാം നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കെല്ലാം ചെയ്യാം കേട്ടോ. നമുക്കിവിടെ നല്ല എരിവെല്ലാം വേണം. അതുകൊണ്ടാണ് ഞാൻ 15 പച്ചമുളകോളം എടുത്തിട്ടുള്ളത്. കുറഞ്ഞ എരിവ് മതി, ഒരു 10 പച്ചമുളകെല്ലാം എടുത്താൽ മതിയാവും. നമ്മളിവിടെ നല്ല എരിവ് വേണ്ട കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണവും കൂട്ടണം. എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ തക്കാളി ഇടാം. അപ്പോൾ നമ്മളിവിടെ ചതച്ച് വെച്ച പച്ചമുളകിൻ്റെ ഇതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് പോരുന്നത്. ഇനി നമ്മളിവിടെ അരിഞ്ഞ് വെച്ച തക്കാളി ഇടാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ച മസാല പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ ചിക്കനും ഇട്ടിട്ട് നമുക്ക് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം. ഗരം മസാല 1 ടീസ്പൂൺ എടുത്തത്, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിട്ട് ഇളക്കിയ കൂടെ തന്നെ നമുക്കിനി ചിക്കനും കൂടി ഇടാം. ഈ ചിക്കനും കൂടി നമുക്കിടാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടണം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ആദ്യം എടുത്ത് വെച്ച തൈര്, അത് 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടാം. അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട്
നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മളെ ചിക്കൻ നല്ല ഗ്രേവിയായിട്ട് നല്ല കണക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇടണം. എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ മല്ലിയും പുതിനയും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തെല്ലാം ഉണ്ട്, അതുകൊണ്ട് നമുക്കങ്ങനെ പുറത്തൊന്നും പോകാൻ തീരെ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ബാക്കി നമുക്ക് ചോറിൽ സെറ്റ് ചെയ്യുമ്പോൾ കൂടി കുറച്ചിടാം. അപ്പോൾ ഇനി നമുക്ക് ചോറൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം, ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബിരിയാണിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനത് ആദ്യം കുറച്ചിട ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മസാല കുറച്ചായിട്ടൊന്ന് ഇടാം. നമുക്ക് ഇവിടെ ആർക്കും വലിയ പീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചിക്കനിൽ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ എടുത്ത് വെച്ച നമ്മളെടുത്ത് വെച്ച ഉള്ളി മൊരിച്ച് വെച്ചിട്ടില്ലേ, അത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അത് കുറച്ച് പാലിൽ ഒന്ന് അരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ വേറെ കളറൊന്നും ചേർക്കുന്നില്ല, ഈ തന്നെയാണ് ഒഴിക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് മസാല ഇടാം. അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി ഇടാം. ഇനി കുറച്ച് മല്ലിച്ചപ്പിടാം. അങ്ങനെ അടുത്ത ലെയറും നമുക്കിടാം. ഇനി ആദ്യം നമുക്ക് ചോറിടാം. ഇതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഇടാം. അതിൻ്റെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിടാം നമ്മളെടുത്ത് വെച്ച് ഈ കളറൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അതും കൂടി ഇട്ടാൽ ഇനി നമുക്ക് അടുത്ത ലെയറും കൂടി ഒന്ന് ചോറിട്ടാൽ നമ്മൾ ബിരിയാണി റെഡിയാവും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബാക്കി വന്ന ഈ ഉള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഈ മഞ്ഞളിൻ്റെ ആ കളറും കൂടി ഒന്ന് ചേർത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയും ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അതിന് നമുക്ക് അടുപ്പ് വച്ചിട്ടൊന്ന് ആവി കയറ്റാം. ഞാനിത് ആവി കയറ്റാൻ നമുക്കൊന്ന് ആവി കയറ്റാൻ പോവാം. അപ്പോൾ ഞാനിവിടെ അടുപ്പ് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അപ്പോഴത്തേക്ക് നമ്മളെ ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയെല്ലാം നല്ലോണം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം ഇത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.